റമദാൻ കാലമായാൽ ബഹ്റൈനിലെ മജ്ലിസുകൾ ഒരു പ്രത്യേക കാഴ്ചയാണ്. മജ്ലിസുകളിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ, വിവിധ വ്യവസായ പ്രമുഖർ എല്ലാവരും ഒരു മജ്ലിസിൽ ഒത്തുചേരും. ഞാനിപ്പോഴുള്ളത് ബഹ്റൈനിലെ ജനൈബയിലെ അജൂർ മജ്ലിസിലാണ്. വർഷങ്ങളായി ഇവിടെ മജ്ലിസ് നടത്തിവരുന്ന നബീൽ അജൂറിൻ്റെ വസതിയിലാണ്. മറ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ബഹ്റൈനിൽ റമദാൻ മാസത്തെ രാത്രികൾ സൗഹൃദത്തിന്റെയും ആത്മീയതയുടെയും നിറവിലാണ്. പതിവ് ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുന്ന മജ്ലിസുകൾ റമദാൻ കാലത്ത് രാവേറെ നീളുന്ന സദസ്സുകളായി മാറുന്നു. സാമ്പത്തിക ശേഷിയും കുടുംബ പാരമ്പര്യവും അനുസരിച്ച് അലങ്കരിച്ച മജ്ലിസുകളിൽ അറബികളുടെ പ്രധാന പാനീയമായ കാവയും പഴങ്ങളും അതിഥികൾക്കായി ഒരുക്കിയിരിക്കും. വീടുകളോട് ചേർന്നൊരുക്കിയിട്ടുള്ള മജ്ലിസുകൾ പരസ്പര ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള പ്രധാന വേദികളാണ്. ഈ മജ്ലിസുകൾ കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്ക് മാത്രമല്ല, ദുഃഖസമയങ്ങൾക്കും കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. റമദാൻ മാസങ്ങളിൽ രാവേറെ നീണ്ടു നിൽക്കുന്ന മജ്ലിസുകളാണ് എന്നാൽ ഏറെ ശ്രദ്ധേയം. ബഹ്റൈനിലെ ടെക്സ്റ്റൈൽസ് ബിസിനസ് രംഗത്തെ ആദ്യ കമ്പനിയായ അബ്ദുൾ റഹ്മാൻ ഇബ്രാഹിം മുഹമ്മദ് അജൂർ ആൻഡ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന മജ്ലിസ് അത്തരത്തിലുള്ള ബഹ്റൈനിലെ പ്രധാന മജ്ലിസുകളിലൊന്നാണ്. നിലവിലെ കമ്പനിയുടെ ഡയറക്ടറായ നബീൽ റഹ്മാൻ അജൂറാണ് ഇപ്പോൾ ഇവിടെ മജ്ലിസ് നടത്തിവരുന്നത്. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായി വളരെ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ മജ്ലിസിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ വിനോദ് കെ ജേക്കബും എത്തിയിരുന്നു. ഓരോ ദിവസങ്ങളിലും ഇവിടെ UK, ജർമ്മൻ, തായ്ലാന്റ്, US അംബാസിഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും രാജകുടുംബാംഗങ്ങളും അടക്കമുള്ളവരാണ് സൗഹൃദം പുതുക്കാൻ എത്തിച്ചേരുന്നത്. തന്റെ മുൻഗാമികൾ തുടങ്ങിവെച്ച ഈ മജ്ലിസ് ഇപ്പോഴും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് നബീൽ പറയുന്നു. Now I will speak about our majlis, Ajoor Majlis. Ajoor Majlis very old majlis. It start from Manama Frij al-Fadl, where my grandfather, they have house near the sea, and they have majlis. And every day, every night, there is majlises. And also, this majlis coming from Bahrain, from everywhere, they came. Even their neighbor or businessman or friend, they came to the majlis. Then we shift from Qudaybiyah, we transfer to Qudaybiyah. Also, there is majlises. We have our majlises, same everything system. Then we go to Sugaya. Now we are in Janabiyah. We continue our majlis. അജൂർ മജ്ലിസിൽ എത്തുന്ന അതിഥികളെ സ്വീകരിക്കാനും സൽക്കാരങ്ങൾക്ക് നേതൃത്വം നൽകാനും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മലയാളി അഷ്റഫ് മളിക്കും റമദാൻ കാലം വിശ്രമമില്ലാത്ത രാവുകളാണ്. കാസർഗോഡ് വിദ്യാനഗർ സ്വദേശിയായ അഷ്റഫ് അജൂർ മജ്ലിസിലെത്തുന്ന അതിഥികൾക്ക് സുപരിചിതനാണ്. നിരവധി വർഷങ്ങളായി ബഹ്റൈനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക കൂടിച്ചേരലുകൾക്ക് വേദിയാകുന്ന അജൂർ മജ്ലിസ് വരും കാലങ്ങളിലും സൗഹൃദ സദസ്സായി നിലകൊള്ളുമെന്ന് ഉറപ്പാണ്. ഏഷ്യ ബഹ്റൈൻ.